ലോകമിന്ന് ഒരു കൂട്ടം അനിശ്ചിതത്വങ്ങളുടെ നടുവിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും ആഗോള വിതരണ ശൃംഖലയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള തടസ്സങ്ങളും ഏത് രാജ്യത്തെയും തകർക്കാൻ പോകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈയൊരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭയിലെ പ്രസ്താവന അതീവ പ്രാധാന്യമർഹിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യ കെട്ടിപ്പടുത്ത സാമ്പത്തിക പ്രതിരോധത്തിന്റെ നേർചിത്രമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഊർജ്ജം എന്നത് കേവലം ഒരു വിഭവമല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരവുമായും സുരക്ഷയുമായും ഇഴപിരിഞ്ഞു കിടക്കുന്ന ഒന്നാണെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. ലോകത്തെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോഗ രാജ്യമായ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും തളരാതെ നിൽക്കുന്നത് ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയ തന്ത്രങ്ങളുടെ ഫലമായാണ്. രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇന്ത്യ പടുത്തുയർത്തിയിട്ടുള്ള സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് അഥവാ തന്ത്രപ്രധാനമായ എണ്ണ ശേഖരമാണ്. നിലവിൽ 53 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത എണ്ണയാണ് ഇന്ത്യ ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. വിശാഖപട്ടണം, മംഗലാപുരം, പാടൂർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വമ്പൻ സംഭരണശാലകൾ രാജ്യത്തിൻ്റെ ഒരു ഇൻഷുറൻസ് പോളിസി പോലെയാണ് പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമ്പോഴോ അല്ലെങ്കിൽ യുദ്ധം മൂലം വിതരണം തടസ്സപ്പെടുമ്പോഴോ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കാത്ത വിധം ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ ഈ ശേഖരം സഹായിക്കുന്നു. എന്നാൽ ഇവിടം കൊണ്ടും രാജ്യം നിർത്തുന്നില്ല എന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. രണ്ടാം ഘട്ടമെന്ന നിലയിൽ 65 ലക്ഷം മെട്രിക് ടൺ കൂടി സംഭരിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒഡീഷയിലെ ചന്ദിക്കോലിലും കർണാടകയിലെ പാടൂരിലും അതിവേഗം ഒരുങ്ങുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ആഗോള തലത്തിൽ തന്നെ ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരും. എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഒരു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങളെയോ മാത്രം അമിതമായി ആശ്രയിക്കുക എന്നതാണ്. മുൻപ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഭൂരിഭാഗവും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 11 വർഷത്തിനിടെ ഈ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണം 27-ൽ നിന്നും 41-ലേക്ക് ഉയർത്തിയത് ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള ആഗോള രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി എണ്ണ വാങ്ങാൻ ഇന്ത്യ കാണിച്ച ആർജവം ലോക ശ്രദ്ധ നേടിയിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും പുതിയ കരാറുകളിൽ ഏർപ്പെട്ടതും ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിച്ചു. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴിയിലൂടെ വിഭവങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇന്ന് രാജ്യത്തിനുണ്ട്. ആഗോളതലത്തിൽ എണ്ണ വ്യാപാരത്തിൻ്റെ സിര എന്നറിയപ്പെടുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ 1/5 ഭാഗവും കടന്നു പോകുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുമ്പോൾ ആദ്യം ഭീഷണിയാകുന്നത് ഈ പാതയാണ്. ഹോർമൂസിലെ നേരിയ തടസ്സം പോലും ഇന്ത്യയെപ്പോലെയുള്ള വലിയൊരു സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാൻ ഇടയുണ്ട്. എണ്ണ മാത്രമല്ല, വളം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യതയും ഇത് ബാധിക്കാം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തൻ്റെ തന്ത്രങ്ങൾ മെനയുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഒരു യുദ്ധമേഖലയായി മാറിയാൽ പോലും രാജ്യത്തെ വ്യവസായങ്ങൾക്കും ഗതാഗതവും സ്തംഭിക്കില്ലെന്ന് ഉറപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ നടത്തിക്കഴിഞ്ഞു. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഊർജ്ജ വിതരണത്തിന് മുൻഗണന നൽകുന്നതിലൂടെ സാധാരണക്കാരുടെ അടുക്കളയിൽ ഇന്ധന ദൗർലഭ്യം ഉണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകുന്നു. ഇന്ത്യയുടെ കരുത്ത് കേവലം സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് നമ്മുടെ ശുദ്ധീകരണ ശേഷിയിലുമാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ റിഫൈനറികൾ ഇന്ത്യയിലുണ്ട്. അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്ത് അവയെ പെട്രോളും ഡീസലും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമാക്കി മാറ്റി കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യ ഇന്ന് മുൻപന്തിയിലാണ്. ഈ ശുദ്ധീകരണ ശേഷി രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ സുഗമമായ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. വിതരണ ശൃംഖലയിൽ മാനേജ്മെന്റിൽ വരുത്തിയ നൂതനമായ മാറ്റങ്ങൾ എണ്ണ കമ്പനികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടെ ഇന്ധനത്തിൻ്റെ നീക്കം ഒരേ സമയം നിരീക്ഷിക്കാനും കുറവുകൾ മുൻകൂട്ടി കണ്ട് പരിഹരിക്കാനും ഇന്ന് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുമായി ദൃഢമായ നയതന്ത്ര ബന്ധം നിലനിർത്താനും ഇന്ത്യക്ക് കഴിയുന്നു. ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എണ്ണയെ മാത്രം കേന്ദ്രീകരിക്കുന്ന പഴയ രീതിയിൽ നിന്നും ഇന്ത്യ ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു.
അസംസ്കൃത എണ്ണയിലുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി ബദൽ മാർഗങ്ങൾ തേടുക എന്നതും സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമാണ്. എഥനോൾ മിശ്രിതമാക്കൽ, ഹരിത ഹൈഡ്രജൻ മിഷൻ, സൗരോർജ്ജ പദ്ധതികൾ എന്നിവയിലൂടെ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. 2026 പെട്രോളിൽ 20% എഥനോൾ കലർത്തുക എന്ന ലക്ഷ്യം കൈവരിക്കാനായത് വിദേശ വിനിമയത്തിൽ വലിയ ലാഭം ഉണ്ടാക്കുന്നതിനോടൊപ്പം കർഷകർക്ക് പുതിയ വരുമാന മാർഗം തുറന്നുകൊടുക്കാനും സഹായിച്ചു. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള മാറ്റം ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയെ ആഗോള ഊർജ്ജ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാക്കി മാറ്റും. ചുരുക്കത്തിൽ ഇന്ത്യ ഇന്ന് ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ മുൻപത്തേക്കാൾ ഏറെ സുരക്ഷിതമാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു നേട്ടമല്ല, മറിച്ച് ദീർഘകാലത്തെ ആസൂത്രണത്തിൻ്റെയും തന്ത്രപ്രധാനമായ നിക്ഷേപങ്ങളുടെയും ഫലമാണ്. ലോകം ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധിയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതം ശാന്തമായിരിക്കുന്നത് നമ്മുടെ പക്കലുള്ള ഈ ശേഖരങ്ങളുടെയും വൈവിധ്യവൽക്കരിക്കപ്പെട്ട വിപണികളുടെയും ബലത്തിലാണ്. എണ്ണ കമ്പനികളും സർക്കാരും തമ്മിലുള്ള ഏകോപനവും ആഗോളതലത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യയുടെ വികസന കുതിപ്പിന് ഇന്ധനം പകരുന്നു. പശ്ചിമേഷ്യയിലെ കത്തുന്ന തീയ്ക്കും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ തടയാനാകില്ലെന്ന ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെടുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ സംഭരണശാലകൾ പൂർത്തിയാകുന്നതോടെ ഇന്ത്യ ഏത് ആഗോള പ്രതിസന്ധിയെയും നേരിടാൻ പ്രാപ്തമായ ഒരു കോട്ടയായി മാറും. ഈ സുരക്ഷാ വലയം രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കുകയും ഭാവി തലമുറയ്ക്ക് ആശങ്കയില്ലാതെ ഒരു ഊർജ്ജ സാഹചര്യം ഒരുക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.